പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഈശോയുടെ കരബലം പ്രകടമാകട്ടെ. എല്ലാം ശോഭനമായി തീരട്ടെ. നമ്മൾ ആഗമനകാല ചിന്തകളിലൂടെ യാത്ര തുടരുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് ഈശോ സെൻറ്റർ ആകണമെന്നുള്ളതാണ്. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററായിട്ട് മാറണമെന്നുള്ളതാണ്. ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമായി നമ്മുടേത് എല്ലാവരുടെയും മാറണം. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം, എല്ലാ കാര്യത്തിലും ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. ക്രിസ്മസ് യഥാർത്ഥത്തിൽ അത് തന്നെയാണല്ലോ, ക്രൈസ്റ്റ് സെൻറ്റേർഡ്നെസ്. ഈശോ ഇരുളടഞ്ഞ ലോകത്തില് പ്രകാശമായി എല്ലാവരുടെയും മധ്യേ പിറക്കുകയാണ്. അന്ധകാരത്തിൽ കിടന്നിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു എന്നാ പറയുക. ഇപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കാനായിട്ട് ഈശോ നമ്മളെ ഇന്ന് ക്ഷണിക്കുകയാണ്. വചനമുണ്ട്, ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടിയിൽ കിടത്തിയേക്കാണ്. അപ്പൊ കിടത്തിയപ്പോ ഔസേപ്പിതാവ്, മാതാവ്, ആട്ടിടയന്മാര്, പൂജ്യരാജാക്കന്മാര് എല്ലാവരുടെയും മിഴികള് ക്രിസ്തുവിന്റെ മിഴികളിലേക്കാണ് എല്ലാവരുടെയും മിഴികൾ യാത്ര ചെയ്യുന്നത്. എല്ലാവരുടെയും ഹൃദയങ്ങൾ യാത്ര ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കാ. എല്ലാവരും സമാധാനത്തിന് വേണ്ടിയും എല്ലാവരും വിടുതലിന് വേണ്ടിയും എല്ലാവരും പ്രത്യാശയ്ക്ക് വേണ്ടിയും നോക്കുന്നത് ക്രിസ്തുവിലേക്കാ. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോ സെൻറ്റേർഡ് ആയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശോ സെൻറ്റേർഡ് ആയിരിക്കണം. എല്ലാം ഈ ക്രൈസ്റ്റ് സെൻറ്റേർഡ്നെസ് ആയിരിക്കണം നമ്മുടെ ലൈഫ്. ഈശോ ആഗ്രഹിക്കുന്നതേ നമ്മൾ പറയാവൂ, ഈശോ ആഗ്രഹിക്കുന്നതേ നമ്മൾ ചെയ്യാവൂ. ഈശോയേക്കാൾ ഉപരി വേറെ ആരെയും ഒന്നിനെയും നമ്മൾ ഒന്നാം സ്ഥാനത്ത് വെക്കരുത്. കൊളോസ്യർ ലേഖനത്തിൽ പറയില്ലേ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. നമ്മൾ പണത്തിനോ നമ്മുടെ ജോലിക്കോ മക്കൾക്കോ ഒന്നിനും ഈശോയേക്കാൾ ഏറെ പ്രാധാന്യം കൊടുക്കരുത്. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കണം. ഈശോയുടെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈശോ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരെയും ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഈശോയെ ഞാൻ അങ്ങയിൽ പ്രത്യാശിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.